ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല കേട്ടോ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫി കുടിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിരലുകളുടെ എണ്ണമൊക്കെ പറഞ്ഞ് ഇത് അല്ല എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന വിധത്തിൽ ചില വാചക കസർത്തുകളൊക്കെ നടത്തിയാണ് നെതന്യാഹുവിൻ്റെ അക്കൗണ്ടിലൂടെ ആ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ല എന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവർ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരികയും അങ്ങനെയൊന്നും ഞങ്ങളുടെ നേതാവ് മരിക്കില്ല കേട്ടോ എന്ന് പറയുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചത് ഇറാൻ തന്നെയാണ്. ഇസ്രായേൽ അത്തരമൊരു ക്ലെയിം പറഞ്ഞപ്പോഴും ആ മൃതദേഹം ഏതാണെന്ന് കണ്ടെത്തി അത് ഇദ്ദേഹമാണ് എന്ന് സ്ഥിരീകരിച്ച് ഈ ലോകത്തോട് പറയുകയും ആയത്തുള്ള അലി ഖാംനെയി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് ധീരതയോടെ വിളിച്ചു പറഞ്ഞ് ആ രക്തസാക്ഷിക്ക് വേണ്ടി ജനലക്ഷങ്ങൾ ഇറാനിൽ അണിനിരക്കുകയും ചെയ്തു. അതൊരു ധീരമായ ഇടപെടലായിട്ടാണ് ലോകം കണ്ടത്. കാരണം മരണത്തെപ്പോലും ഭയമില്ലാതെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിരന്തരമായി പോരാടി ഒരു വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാതെ ഒടുവിൽ വീരമരണം ഏറ്റെടുത്ത ധീരൻ എന്നാണ് ആയത്തുള്ള അലി ഖാംനെയിയെ ഇറാനിലുള്ള ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്, ലോകം പറയുന്നത്. വേണമെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയിക്ക് അമേരിക്കയുമായി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോയി ശിഷ്ടകാലം സുഖമായി ജീവിക്കാമായിരുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരം ട്രംപിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ച് ട്രംപിൻ്റെ അടിയാളനായി അവിടെ സുഖമായി കഴിയാമായിരുന്നു. ഒരു തടസ്സവും പിന്നെ ഉണ്ടാകില്ല. ആരെയും വെല്ലുവിളിക്കേണ്ട, ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. തലമുറകളായി ഇറാൻ്റെ ഭരണാധികാരികളായി അങ്ങനെ സുഖിച്ച് ജീവിക്കാമായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ അമേരിക്കയുടെ കയ്യേറ്റ പിന്തുണ ഉണ്ടാകുമായിരുന്നു. അതൊന്നും വേണ്ടെന്ന് വെച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി വീരചരമം തെരഞ്ഞെടുത്ത ഇറാൻ്റെ സുപ്രീം ലീഡർ, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയുടെ മരണത്തിന് ശേഷം അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചു എന്ന ക്ലെയിം മുന്നോട്ട് വെച്ചത് ഇറാൻ തന്നെയാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഗുരുതരമായ പരിക്കേൽക്കുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്തു എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. പിന്നീട് അത് വലിയ ചർച്ചയായി. അതിനുശേഷം നെതന്യാഹുവിനെ സുരക്ഷാ യോഗങ്ങളിലോ അല്ലെങ്കിൽ വാർ ക്യാബിനറ്റിലോ ഒന്നിലും കാണുന്നില്ല. നെതന്യാഹുവിന് പകരം മറ്റു പല ഉദ്യോഗസ്ഥരുമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം വിചാരിച്ചു നെതന്യാഹുവിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇറാൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന്. ഉടൻ തന്നെയാണ് നെതന്യാഹു ഒരു കോഫിയും പിടിച്ച് ഇങ്ങനെ വരുന്നത്. ഞാനത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ രാവിലെ കാപ്പിയും ചായയും എന്നൊക്കെ പറഞ്ഞു വരുന്നൊരു ചങ്ങായി ഉണ്ട്. അയാളെയാണ് ഓർത്തത്. അതേപോലെയായിരുന്നു, ഒരു സെറ്റിട്ട പോലെ വളരെ കട്ടുകട്ടിയായിട്ട് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ, വലിയ ഷെയ്ക്കൊന്നുമില്ലാതെ നേരെ വന്നിട്ട് കാര്യം പറയുന്നു, പോകുന്നു. അങ്ങനെയാണ് കണ്ടത്. അത് ആണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അതേക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം പല മാധ്യമങ്ങളും ഇത് ഈ വീഡിയോയുടെ ഒത്തൻറ്റിസിറ്റി എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടതാണ് എന്ന ഇറാൻ്റെ വാദം ശക്തമാവുകയും അതിന്മേൽ ലോകത്ത് വ്യാപകമായ ചർച്ച, ഗൗരവതരമായ ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹു മരിച്ചിട്ടില്ല അല്ലെങ്കിൽ നെതന്യാഹുവിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നെതന്യാഹുവിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചതാണ് എന്ന് പറയുന്നവരുണ്ട്. നെതന്യാഹുവിനെ മറ്റ് ഒറിജിനൽ വീഡിയോകളിൽ, അതായത് ഇതിനു മുമ്പ് വാർത്താ സമ്മേളനങ്ങളിലൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ തിളക്കമുള്ള മുഖമാണ്, അല്ലെങ്കിൽ കുറേ കൂടി മേക്കപ്പ് ഇട്ടതുപോലെ തോന്നുന്നു, കുറേ കൂടി സുന്ദരനായിരിക്കുന്നു. ഇങ്ങനെയാണോ ശരിക്കും നെതന്യാഹു? ഇത് കുറേ കൂടെ സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ളൊരു നെതന്യാഹു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്തായാലും അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ വീണ്ടും നെതന്യാഹുവിനെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ നെതന്യാഹു വീണ്ടും പെട്ടിയിലായി എന്ന് പറഞ്ഞത് അദ്ദേഹം മരിച്ചു പെട്ടിയിലായി എന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹം എവിടെയോ അജ്ഞാതനായി വീണ്ടും മൂടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇസ്രായേലിൽ സെക്യൂരിറ്റി കടുപ്പിച്ചതിൻ്റെ ഭാഗമായി, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിടുന്നു. നെതന്യാഹുവിനെ ഏത് നിമിഷവും വധിക്കാൻ സാധ്യതയുണ്ട്, വധിക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്ന IRGC കഴിഞ്ഞ ദിവസം പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിനെ വധിക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബങ്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം പെട്ടി അല്ലെങ്കിൽ ഒരു വലിയ അറ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെതന്യാഹു എവിടെയോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വീണ്ടും ഏതോ ഒരു ഷെൽട്ടറിലോ ബങ്കറിലോ പെട്ടിയിലോ പോയിരിക്കുകയായിരിക്കുമെന്ന്. എന്തായാലും മറുവശത്ത് ഇറാൻ്റെ നേതാക്കളൊക്കെ വളരെ ശക്തമായി തന്നെ പൊതുവിടങ്ങളിലുണ്ട് കേട്ടോ. അലി ലാരിജാനി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രതിരോധ നേതാവ്, അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ തുടങ്ങിയ ആളുകളൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് ചേർന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ജനങ്ങളെ കൂടെ നിർത്തി ശക്തമായ പ്രതിരോധ നടപടികളുമായി, അതായത് അമേരിക്കയും ഇസ്രായേലിനെയും എങ്ങനെ കടന്നാക്രമിക്കണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇസ്രായേലിന്
കനത്ത തിരിച്ചടിയായി മറ്റൊരു നിർണായകമായ വിവരം വന്നിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വിവരം. ഡാൻസിങ് മിസൈൽ എന്ന് വിളിപ്പേരുള്ള നൃത്തം ചെയ്യുന്ന മിസൈലുകൾ, അതായത് അയൺ ഡോമിനൊന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റാത്ത, ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് തകർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മിസൈലുകളുടെ ഒരു പുതിയ ശ്രേണി തന്നെ ഇറാൻ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. സെജിൽ മിസൈലുകൾ, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ക്ലസ്റ്റർ ബോംബുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ചിട്ടുള്ള അതീവ പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ. ഈ ക്ലസ്റ്റർ ബോംബുകളുടെ ഒരു സ്വഭാവമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയില്ല. ഈ മിസൈലിനൊപ്പം ഈ ബോംബുകൾ അയച്ചു കഴിഞ്ഞാൽ മിസൈലുകൾ തകർക്കാനായി അയൺ ഡോം സംവിധാനം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലിൽ നിന്ന് ബോംബുകൾ വേർപെട്ട് ആകാശത്ത് വെച്ച് തന്നെ 10, 20, 30 ആയിട്ട് സ്പ്ലിറ്റായി ഒരു 8 കിലോമീറ്റർ ചുറ്റളവിലെ പല ഭാഗങ്ങളിൽ വീണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ. ഈ ക്ലസ്റ്റർ ബോംബുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നേരെ എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. ഇസ്രായേലിലെ പല പ്രദേശങ്ങൾ തീ നരകമായി മാറി എന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആകാശത്ത് തീമഴ പെയ്യിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലൂടെയൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അയൺ ഡോമുകൾ മിസൈലുകളെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും കുറേ മിസൈലുകൾ താഴേക്ക് വീണ് പൊട്ടുകയാണ്, അതായത് ഇസ്രായേലിനുള്ളിൽ വീണ് പൊട്ടുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹൂത്തികളോ ഹിസ്ബുള്ളയോ ഒക്കെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അയക്കുന്ന മിസൈലുകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇസ്രായേലിൻ്റെ ഭൂമിക്കുള്ളിലേക്ക് വീണ് വലിയ സ്ഫോടനം ഉണ്ടാക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇപ്പോൾ അയക്കുന്ന മിസൈലുകളിൽ നല്ലൊരു പങ്കും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് നേരെ ഈ ഇസ്രായേലിലേക്ക് പതിക്കുകയാണ് എന്നാണ് പല വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളും ഈ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് കേട്ടോ. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാം. ഇറാൻസ് ഡാൻസിങ് മിസൈൽ സ്ട്രൈക്സ് ഇസ്രായേൽ ഇൻ ടിബറ്റ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ പൗണ്ട്സ് ഇസ്രായേൽ വിത്ത് ഡാൻസിങ് മിസൈൽ, IRGC ഡിപ്ലോയ്സ് മോൺസ്റ്റർ എന്ന് പറയുന്നു. അതായത് ഇസ്രായേലിനെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ പോലും സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തർദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളും ഒക്കെ ഇത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇസ്രായേലിന് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ ആക്രമണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അയൺ ഡോമുകളുടെ പ്രഹരശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയൺ ഡോമുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ ഓരോ ദിവസവും, ഇപ്പോൾ 16 ദിവസം കഴിയുമ്പോഴേക്കും കൂടുതൽ മിസൈലുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പോരാട്ട വീര്യം തകർക്കുക, അതായത് ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ശേഷി അവർ ആർജിച്ചെടുത്ത് ഇറാനെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കുന്ന, തീമഴ പെയ്യിക്കുന്ന തീവ്രമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ്റെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീഡിയോ പുറത്തു വരുന്നത്. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവർ ഇറാൻ്റെ ക്ലെയിമുകൾക്ക് എതിരെ സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇറാനെ തച്ചുടയ്ക്കും, ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് നെതന്യാഹുവും ടീമും ഇറങ്ങിത്തിരിച്ചിട്ട് താൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് നെതന്യാഹു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നെതന്യാഹു പഴയതുപോലെ എല്ലായിടങ്ങളിലും പ്രത്യക്ഷപ്പെടാത്തത്, എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാത്തത് എന്നതിൻ്റെ ഉത്തരം ഇറാൻ്റെ ആക്രമണത്തിൽ ഭയന്ന് തന്നെ എന്ന് പറയേണ്ടി വരും. ഒന്നുകിൽ ഇറാൻ ആക്രമിച്ചു വധിച്ചു, അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ആക്രമണത്തെ നല്ല പോലെ ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അയൺ ഡോമിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്നു, വലിയ തീ നരകങ്ങൾ, തീ മഴകൾ ഇസ്രായേലിനുള്ളിലേക്ക് വരുന്നു. അത് ഇസ്രായേലിനെ വിറപ്പിക്കുന്നു, പ്രകമ്പനം കൊള്ളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് നെതന്യാഹുവിൻ്റെ ജീവനെപ്പോലും ബാധിക്കുമെന്ന ഭീതി നല്ലതുപോലെ ഇസ്രായേലിനുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് എന്ന് സാരം.